സോ നമുക്കറിയാം നമ്മുടെ ഡ്യൂറൻ കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽ ഡേറ്റും അതുപോലെ ടീമും ഒക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടാൻ പോകുന്നത് വേറെ ആരുമല്ല നമ്മുടെ ബംഗളൂരു FC ആയിരിക്കും. നമുക്കറിയാം ബംഗളൂരു FC ഡ്യൂറൻ കപ്പിൽ 3 മാച്ചസാണ് കളിച്ചിട്ടുള്ളത്. 3ഉം അവർ ജയിച്ചിട്ടുണ്ടായിരുന്നു, 10 ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ആട്ടെ 3 കളികൾ കളിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ 2 എണ്ണം ജയിച്ചിട്ടുണ്ടായിരുന്നു, 16 ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ഫാൻസൊക്കെ ഒഫൻസീവ് ആയിരിക്കും. എന്നാലും ഞാൻ പറയുകയാണ്, നമ്മുടെ ഈ ഗ്രൂപ്പ് സ്റ്റേജ് നമ്മൾ ശരിക്കും പറയാൻ കൺസിഡർ ചെയ്യണ്ട. ഓക്കെ, ആസ് എ ടീമിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സ്റ്റാർട്ട് 11 സെറ്റാക്കാൻ മാത്രമാണ് നമുക്ക് ഈ ഡ്യൂറൻ കപ്പിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജ് കൊണ്ട് ഒരു യൂസ് വന്നിട്ടുള്ളത്. എന്നാൽ ശരിക്കുള്ള മത്സരം അല്ലെങ്കിൽ ഒരു കോമ്പറ്റീവ് ഗെയിം തുടങ്ങാൻ പോകുന്നത് ഇനിയാണ്. ബംഗളൂരു FC, ഈസ്റ്റ് ബംഗാൾ, മോഹൻ ബഗാനൊക്കെ അവരുടെ നമുക്കറിയാം ഫസ്റ്റ് 11 എന്ന് വെച്ചാൽ ISL എങ്ങനെ ഇറങ്ങാൻ പോകുന്നത് അങ്ങനത്തെ സെയിം ഒരു സ്റ്റാർട്ട് 11 തന്നെയാണ് ഡ്യൂറൻ കപ്പിൽ വിട്ടിട്ടുണ്ടായിരുന്നത്. സോ അവരുമായിട്ടൊരു മാച്ച് കളിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പുതിയ കോച്ച്, അതുപോലെ പുതിയ ഫോറിൻ പ്ലേയേഴ്സ് ഉണ്ട്, പുതിയ ഇന്ത്യൻ പ്ലേയേഴ്സും ഉണ്ട്. ഇവരൊക്കെ തമ്മിൽ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കളിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രൈമറി ആയിട്ടൊരു എയിം എന്ന് പറഞ്ഞ് വരുന്നത്. അത് തീർച്ചയായും ഗ്രൂപ്പ് സ്റ്റേജ് കൊണ്ട് മാത്രം നമുക്ക് സക്സസ്ഫുൾ ആക്കി മാറ്റാൻ സാധിക്കില്ല. നമ്മൾ പറഞ്ഞ പോലെ ബംഗളൂരു FC അല്ലെങ്കിൽ ഈസ്റ്റ് ബംഗാൾ പോലുള്ള ടീമുകൾക്കെതിരെ ഒരു കോമ്പറ്റീവ് ഗെയിംസ് കളിച്ചാൽ മാത്രമാണ് ഏതൊക്കെ പ്ലേയേഴ്സിന് എന്തുമാത്രം പൊട്ടൻഷ്യൽ ഉണ്ട്, ആരെയൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ യൂസ് ചെയ്ത് നമുക്ക് മനസ്സിലാവുള്ളൂ. സോ തീർച്ചയായും കേരളത്തെ സംബന്ധിച്ച് ഇനി ക്വാർട്ടർ ഫൈനലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കൂടാതെ ISL തുടങ്ങാൻ പോവുകയാണല്ലോ. ബംഗളൂരു FC സംബന്ധിച്ച് നമുക്കറിയാം കുറേ വർഷങ്ങളായിട്ട് എന്ന് വെച്ചാൽ പാസ്റ്റ് 2-3 വർഷങ്ങളായിട്ട് ഒരു ഫ്ലോപ്പ് അല്ലെങ്കിൽ അവർ കൺസിസ്റ്റൻസി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് തിരിച്ചെടുക്കാൻ വേണ്ടി അവരും നല്ല നല്ല റിക്രൂട്ട്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല നല്ല ഗെയിംസാണ് അവരിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ഡോമിനേറ്റിംഗ് ഗെയിംസാണ് ഇതുവരെ ഡ്യൂറൻ കപ്പിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. സോ അവരും നല്ല കോമ്പറ്റീവ് ആയിട്ട് തന്നെയാണ് വരാൻ പോകുന്നത്. തീർച്ചയായും 2 ടീമുകളും നല്ലപോലെ തന്നെ ഒരു കപ്പ് നോട്ടം വിട്ട് തന്നെയായിരിക്കും കളിക്കാൻ പോകുന്നത്. അതിനുപരി ISLലേക്ക് മുമ്പ് അവരുടെ പൊട്ടൻഷ്യൽ സ്റ്റാർട്ടിംഗ് ലെവൽ കണ്ടെത്താൻ വേണ്ടി സുനിൽ ഛേത്രി, ആൽബർട്ടോ നൊഗ്വേറ, നമ്മുടെ പെരേര ഡിയാസ്, രാഹുൽ ബേക്കെ, ഗുർപ്രീത് സിംഗ് സന്ധു അങ്ങനെ മെയിൻ പ്ലേയേഴ്സ് എല്ലാം തന്നെ അവർക്ക് വേണ്ടി കളിക്കുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സിനുമായിട്ട് നമ്മുടെ ലൂണ, നോഹ, പെപ്പറെ ഇവരുടെ എല്ലാം ഫോം ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ ഇൻഫ്ലുവൻസ് ചെയ്യും അടുത്ത മത്സരം. കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനെ സംബന്ധിച്ചും ബംഗളൂരു FC ഫാൻസിനെ സംബന്ധിച്ചും ഇതൊരു അഭിമാന മാച്ച് കൂടെയാണ്. നമുക്കറിയാം എപ്പോഴൊക്കെ ബാംഗ്ലൂരു കേരള ബ്ലാസ്റ്റേഴ്സ് നേരിട്ടിട്ടുണ്ടോ അത് ടീമിനുൾപ്പെടെ അല്ലെങ്കിൽ ടീമിന് പുറമെ അതൊരു ഫാൻസ് തമ്മിലുള്ള മത്സരമാണ്. നമുക്കറിയാം ഇനി ISL തുടങ്ങാൻ അധികം നാളുകളൊന്നുമില്ല. സെപ്റ്റംബർ 13-ാം തീയതിയാണ് ISL തുടങ്ങാൻ പോകുന്നത്. സോ നമ്മുടെ കീ പ്ലേയേഴ്സ് എല്ലാം തന്നെ നല്ല ഫോമിലേക്ക് വന്ന് കളിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. സോ ക്വാർട്ടർ ഫൈനലിൽ ബംഗളൂരു FC പോലെ ടീമിനെതിരെ നമ്മൾ കളിക്കാറുമ്പോൾ തീർച്ചയായും നമുക്ക് നമ്മുടെ പ്ലേയേഴ്സിന് മാക്സിമം പൊട്ടൻഷ്യൽ പുറത്തെടുത്ത് കളിക്കുക, അതുപോലെ ടീമുമായിട്ടൊന്ന് ഇണങ്ങി കളിക്കാവുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണണം. ജയിക്കുന്നതിനേക്കാൾ ഒരു ഉപരിയായിട്ട് നമ്മുടെ ടീം ഒന്ന് സെറ്റാകുക എന്നുള്ളത് നമ്മുടെ എയിം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ പ്രൈമറി എയിം. ഓക്കെ, ഓഫ്കോഴ്സ് നമുക്കറിയാം നമ്മൾ ഡ്യൂറൻ കപ്പ് നോട്ടം വിട്ട് അല്ലെങ്കിൽ ജയിക്കാവുന്നൊരു ഇത് തന്നെയാണ് നമ്മൾ ഇറങ്ങുന്നത്. എന്തൊക്കെയാണെങ്കിലും ISL മുന്നോടി കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു പ്രീ സീസൺ അല്ലെങ്കിൽ ഒരു ISL മുമ്പ് ഒന്ന് തയ്യാറാക്കാൻ പറ്റിയ അവസരം തന്നെയാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ബംഗളൂരു FC അതുപോലെ ഈസ്റ്റ് ബംഗാൾ പോലുള്ള ടീമുകൾക്കെതിരെയൊക്കെ ഒരു ക്വാർട്ടർ ഫൈനൽ മത്സരം എന്നുള്ളത് നമുക്കറിയാം. സപ്പോസ് നമ്മൾ ബംഗളൂരു FC ജയിച്ചാൽ നമ്മൾ അടുത്ത കളിക്കാൻ പോകുന്നത് ചിലപ്പോൾ മോഹൻ ബഗാൻ അല്ലെങ്കിൽ ഈസ്റ്റ് ബംഗാൾ തുടങ്ങിയുള്ള ടീമുകൾക്കെതിരെയാണ്. അവരും അവരുടെ സ്റ്റാർട്ടിംഗ് ലെവലുള്ള പ്ലേയേഴ്സ് തന്നെയാണ് ഡ്യൂറൻ കപ്പിൽ ഇറക്കിയിട്ടുള്ളത്. സോ ഒരു കോമ്പറ്റീവ് ടൂർണമെൻ്റ് ആയിരിക്കും നമ്മൾ ഇനി കാണാൻ പോകുന്നത്. തീർച്ചയായും നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സിനും ഫോറിൻ പ്ലേയേഴ്സിനും അത് ഗുണമായിട്ട് തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. നേരത്തെ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറൻ കപ്പിൽ നേരത്തെ എന്ന് വെച്ചാൽ നമ്മൾ ക്വാർട്ടർ ഫൈനലോ അതിന് മുമ്പൊക്കെ ആയിട്ട് ഔട്ട് ആവുകയാണെങ്കിൽ UAE ഒരു 10 ദിവസം ഒരു പ്രീ സീസൺ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഡ്യൂറൻ കപ്പ് ഇനി നമ്മൾ ജയിച്ച് മുമ്പോട്ട് പോകുകയാണെങ്കിൽ അത് ചിലപ്പോൾ ക്യാൻസൽ ആകാൻ ചാൻസ് ഉണ്ട്. എന്തൊക്കെയാണെങ്കിലും ഇന്ത്യൻ പിച്ചിൽ ഇന്ത്യൻ കണ്ടീഷൻ തന്നെ കൂടുതൽ കളിക്കാൻ തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. സോ ISL 13-ാം തീയതി തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ ടീം എങ്ങനെയായിരിക്കും, ആരൊക്കെയായിരിക്കും മിനിങ്ങാൻ പോകുന്നത്, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ണാക്ക് നന്ദി പറയുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.